സിബീസ് കിച്ചൺ വേൾഡ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് വാനില കേക്കിൻ്റെ റെസിപ്പിയാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു ഡിസൈൻ കൂടി കാണിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്തിട്ട് 3 തവണ അരിച്ചെടുത്തിട്ടുള്ളതാണ്. പിന്നെ 1.5 കപ്പ് പഞ്ചസാര പൊടിച്ചത്, 6 എഗ്ഗ്, 1 ടീസ്പൂൺ വാനില എസൻസ്. അതിന് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം എഗ്ഗ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ടാണ് എഗ്ഗ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഒപ്പം തന്നെ പഞ്ചസാര പൊടിച്ചതും. ഇതിലേക്ക് ഇനി മൈദയുടെ ഈ ഒരു കൂട്ട് ഇട്ട് കൊടുക്കാം. കുറേശ്ശെ ഇട്ട് ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടത്, ഒന്നിച്ചിടാൻ പാടില്ല. ഫുള്ളായിട്ട് ഇതുപോലെ കുറേശ്ശെ ഇട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് എണ്ണ തടവി കൊടുക്കാം. അതിന് ശേഷം ഈ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചുവട്ടിൽ ഒരു പാത്രം കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. മേലെ വെയിറ്റ് ഇട്ട് കൊടുക്കാം. 25 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം എന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലെയർ ചെയ്യാം. അതിന് ശേഷം ഷുഗർ സിറപ്പ് ആക്കി കൊടുത്തിട്ട് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് സ്ട്രോബെറിയുടെ ക്രഷ് ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് ചേർത്തിട്ടുണ്ടെങ്കിൽ കേക്കിന് നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. ഇനി അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. ഇതുപോലെ ക്രീമാക്കി കൊടുക്കാം. ഫുള്ളായിട്ട് സ്ട്രോബെറി ക്രഷ് വെച്ചിട്ടുണ്ട്. ഇതും എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം. ഇനി അടുത്ത ലെയർ വെച്ചിട്ട് ഫുള്ളായിട്ട് ക്രീം വെച്ചിട്ട് കവർ ചെയ്യാം. ഈ ഒരു നോസിൽ വെച്ചിട്ടാണ് ഞാൻ ഡെക്കറേഷൻ ചെയ്യാൻ പോണത്. ഈ 3 കളറാണ് എടുത്തിട്ടുള്ളത്. വിപ്പിംഗ് ക്രീമിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്തിട്ട് നല്ല സ്റ്റിഫാവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം. അതിൻ്റെ ബ്ലേഡും ബൗളും നല്ലോണം തണുപ്പിച്ചെടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ കളറ് വിപ്പിംഗ് ക്രീമിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം പൈപ്പിംഗ് ബാഗിലാക്കി ഇതുപോലെ ഒരു ഡിസൈൻ കൊടുക്കാം. ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഡിസൈൻ കൊടുക്കും. ഈ നോസിൽ വെച്ചിട്ട് എല്ലാ സൈഡിലും ഈ ഡിസൈൻ തന്നെ വരച്ചു കൊടുക്കാം. മുകളിൽ റോസ് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഏത് കളറും വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഞാൻ ഈ കളർ എടുത്തുന്നുള്ളൂ. ഞാൻ 3 കളറിലുള്ള റോസാണ് ചെയ്യുന്നത്. ക്രീം നല്ല സ്റ്റിഫായാൽ മാത്രമേ നമുക്ക് ഇതുപോലെ വരച്ചെടുക്കാൻ പറ്റുള്ളൂ. ക്രീം ബീറ്റ് ചെയ്തതിന് ശേഷം അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. അടുത്ത ലീഫ് വരച്ചു കൊടുക്കാം. ഈ ഒരു ലീഫിൻ്റെ നോസിൽ വെച്ചിട്ട് തന്നെ ഞാൻ കേക്കിൻ്റെ ഒരു സൈഡിലും കൂടി ഡിസൈൻ കൊടുക്കുന്നുണ്ട്. ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അടിപൊളിയായിട്ടുള്ള വാനില കേക്ക് റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.